ലവ് ജിഹാദ് തടയാൻ എന്നവകാശപ്പെട്ട് BJP ഭരിക്കുന്ന ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും പാസാക്കിയെടുത്ത നിയമമാണ് മതം മാറ്റ നിരോധന ഭേദഗതി നിയമം. ലവ് ജിഹാദ് എന്ന് കേട്ടപ്പോൾ അന്ന് ആ നിയമത്തിന് കൈയടിച്ചവരാണ് കേരളത്തിലെ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ. ഹിന്ദുമതം സ്വീകരിക്കാൻ വളരെ ഈസിയും എന്നാൽ ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങൾ സ്വീകരിക്കാൻ അപ്രാപ്യവുമാക്കുന്ന വിധത്തിലുള്ളതാണ് ഈ നിയമം. അതായത് ഹിന്ദുമതം വിടാൻ നിരവധി രേഖകളും നോട്ടറി സർട്ടിഫൈഡ് അഫിഡവിറ്റും സഹിതം കലക്ടർക്ക് മുമ്പാകെ അപേക്ഷിച്ച് ആഴ്ചകളോളം കാത്തിരിക്കേണ്ട അവസ്ഥ. സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ ഓൺലി ഇൻകമിങ്, നോ ഔട്ട് ഗോയിങ്. UP-യിലാണ് നിയമം ആദ്യം പ്രാബല്യത്തിൽ വന്നത്. ആന്റി ലവ് ജിഹാദ് ആക്ട് എന്നാണ് ആദ്യം ഇതിനെ ഗോദി മീഡിയ വിശേഷിപ്പിച്ചത്. വിഷയം അതല്ല. നിയമം പ്രാബല്യത്തിൽ വന്ന് ആദ്യ സമയങ്ങളിൽ കുറച്ച് മുസ്ലിങ്ങളെയാണ് അറസ്റ്റ് ചെയ്തതെങ്കിലും പിന്നീട് ഈ നിയമപ്രകാരം ഇരകളാക്കപ്പെട്ടത് കൂടുതലും നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളാണ്. എന്തിനധികം സൺഡേ പ്രാർത്ഥന നടത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പോലും ഈ നിയമപ്രകാരം കേസെടുത്ത് അകത്തിട്ട അവസ്ഥയുണ്ടായി. ഏറ്റവും ഒടുവിലിത ഈ നിയമപ്രകാരം കുടുങ്ങിയത് കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകളും. സംഭവം ഇങ്ങനെയാണ്. സീറോ മലബാർ സഭയുടെ കീഴിൽ ആലപ്പുഴ ചേർത്തല ആസ്ഥാനമായ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന സന്യാസ സഭയിലെ സിസ്റ്റർമാരായ വന്ദന മേരിയും പ്രീതി ഫ്രാൻസിസും ഛത്തീസ്ഗഡിലെ 3 ഹിന്ദു പെൺകുട്ടികൾക്ക് ആഗ്രയിലെ സഭയ്ക്ക് കീഴിലുള്ള ഹോളി ഫാത്മ ഹോസ്പിറ്റലിൽ ജോലി ശരിയാക്കി കൊടുത്തു. അങ്ങനെ ജോലിക്കായി ഇവരെ ട്രെയിനിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെ TTEയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സന്യാസ വേഷത്തിലുള്ള കന്യാസ്ത്രീകൾക്കൊപ്പം 3 ഹിന്ദു യുവതികൾ. അപകടമണത്ത TTE ഇവരെ തടഞ്ഞു വെക്കുകയും വേഗം സ്ഥലത്തെ ബജ്രംഗ് ദളുകാരെ ഫോണിൽ വിളിക്കുകയും ചെയ്തു. പിന്നീട് വിഷയം ബജ്രംഗ് ദളുകാർ ഏറ്റെടുത്തു. നോക്കണം, റെയിൽവേ പോലീസ് ഉണ്ടായിട്ട് കൂടി ഇന്ത്യൻ റെയിൽവേ ഉദ്യോഗസ്ഥൻ വിളിച്ചത് ബജ്രംഗ് ദളുകാരൻ. പിന്നീട് ചോദ്യം ചെയ്യലായി, കയ്യേറ്റമായി, അപമാനിക്കലായി, എല്ലാറ്റിനും അകമ്പടിയായി ജയ് ശ്രീറാം വിളി. പ്രായപൂർത്തിയായ യുവതികൾ അവരുടെ പിതാക്കളുടെ ആധാർ കാർഡ് സഹിതമുള്ള സമ്മതപത്രം കാണിച്ചെങ്കിലും ഹിന്ദുത്വർക്കും TTEക്കും തൃപ്തിയായില്ല. പിന്നീട് പോലീസ് എത്തി കന്യാസ്ത്രീകളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടു. ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങിയ യുവതികളെ ദുർഗിലെ സർക്കാരിന് കീഴിലുള്ള വനിതാ ക്ഷേമ കേന്ദ്രത്തിലേക്കും മാറ്റി. പെൺകുട്ടികളെ മതം മാറ്റാൻ കൊണ്ടുപോവുകയാണെന്നും സംഭവം മനുഷ്യക്കടത്താണെന്നുമുള്ള ബജ്രംഗ് ദളുകാരുടെ ആരോപണം പോലീസ് ശരിവെക്കുന്ന വിധത്തിലാണ് കേസും വകുപ്പും. മമ്മൂട്ടി പറഞ്ഞതുപോലെ ഷാൽ ഐ റിമൈൻഡ് യു സംതിങ് എന്ന് പറയാനാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം മുസ്ലിം സമുദായത്തിനെതിരെ മനുഷ്യക്കടത്തും വ്യാജ ലവ് ജിഹാദ് ആരോപണങ്ങളും ഉന്നയിച്ച് ഇവിടുത്തെ അന്തരീക്ഷം മലിനമാക്കാൻ മുന്നിൽ നിന്ന് ക്രൈസ്തവ സഭകളിലെ ഒരു വിഭാഗം ഉയർത്തിവിട്ട വിഷധൂളികൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. മുമ്പൊരിക്കൽ കോഴിക്കോട്ടെ മുക്കം ഓർഫനേജിലേക്ക് ബീഹാറിലെയും ജാർഖണ്ഡിലെയും ദരിദ്രരായ കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ അത് മനുഷ്യക്കടത്തായി അവതരിപ്പിക്കാൻ മുന്നിൽ നിന്നവരിൽ ഒരു സഭാവക്താവും ഉണ്ടായിരുന്നു. അന്ന് പഠനം മുടക്കി നാട്ടിലേക്ക് തിരിച്ചയച്ച ജാർഖണ്ഡിലെയും ബീഹാറിലെയും കുട്ടികൾ പിന്നീട് സ്കൂളിലേക്ക് പോയതുമില്ല. വഖഫ് സ്വത്തുക്കൾ കൈയടക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിവാദമായ വഖഫ് ഭേദഗതി നിയമത്തെ സ്വാഗതം ചെയ്തവരാണ് കത്തോലിക്ക സഭ. എന്നാൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായ സ്വത്തുക്കൾ കൈയിട്ട് വാരാൻ അവസരം ആയെന്ന് ഉറപ്പായതോടെ BJP സർക്കാരിൻ്റെ അടുത്ത ലക്ഷ്യം സഭാ സ്വത്തുക്കളാണെന്ന സൂചന വന്നുകഴിഞ്ഞു. അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്ത സ്ഥാനത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം നടന്നപ്പോൾ ഭക്തിസാന്ദ്രം പ്രാണപ്രതിഷ്ഠ എന്ന പ്രകോപനപരമായ തലക്കെട്ട് വെണ്ടക്കാക്ഷരത്തിൽ 1-ാം പേജിൽ ഈടാക്കിയത് ജന്മഭൂമിയോ മാതൃഭൂമിയോ അല്ല, മറിച്ച് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയായിരുന്നു. ഇന്നിപ്പോൾ പാല അരമനയിലും ശിവലിംഗമുണ്ടെന്ന് ഹിന്ദുത്വവാദികൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കാവ്യനീതിയായി മാത്രമേ കാണാനാകൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.